ദേശീയപാത വികസനം പൂർത്തിയാകുമ്പോഴും ഷെറിയയിൽ മേൽപ്പാലമില്ലാത്തതിനാൽ പ്രക്ഷോഭം ശക്തമാക്കാനൊരുങ്ങി നാട്ടുകാർ. കുട്ടികളടക്കം ദേശീയപാതയുടെ സുരക്ഷാ മതിൽ ചാടിക്കടക്കുന്നത് കാണുന്നവരുടെയെല്ലാം നെഞ്ചിടിപ്പ് വർദ്ധിപ്പിക്കുന്നുവെന്നും പ്രദേശവാസികൾ പറയുന്നു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. ദേശീയപാത വികസനത്തിൽ തലപ്പാടി മുതൽ ചെറുക്കള വരെയുള്ള റീച്ചിൽ അവസാനവട്ട മിനുക്കുപണികളടക്കം പൂർത്തിയായി റോഡ് പൂർണ്ണ സജ്ജമായെങ്കിലും ഇതിനിടയിലെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായ ഷെറിയയിൽ മേൽപ്പാലം വേണമെന്ന തുടക്കത്തിലേയുള്ള നാട്ടുകാരുടെ ആവശ്യം ഇതുവരെയായും പരിഗണിക്കപ്പെട്ടിട്ടില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് ഈ ഭാഗത്തുള്ളവർ ഒന്നടങ്കം ശക്തമായ സമരപരിപാടികൾക്ക് തയ്യാറെടുക്കുന്നത്. മറികടക്കാൻ സൗകര്യമില്ലാത്തതിനാൽ ദേശീയപാതയുടെ സുരക്ഷാ മതിൽ ചാടിക്കടന്നാണ് ഷെറിയ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ മറുകരകളിൽ എത്തുന്നത്. രാവിലെയും വൈകുന്നേരങ്ങളിലുമുള്ള ഈ പതിവ് കാഴ്ച കാണുന്നവരുടെ എല്ലാം നെഞ്ചിടിപ്പ് വർദ്ധിപ്പിക്കുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഷെറിയയിൽ മേൽപ്പാലം വേണമെന്ന ആഗ്രഹവും ആവശ്യവുമായി ഇവിടുത്തുകാർ വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ശക്തമായ സമരപരിപാടികൾക്ക് രൂപം നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് ഷെറിയ വികസന സമിതി. ദേശീയപാത പ്രവൃത്തി പൂർത്തിയായതോടെ ഷെറിയ കുന്നിൽ പ്രദേശം തീർത്തും ഒറ്റപ്പെട്ട അവസ്ഥയിലാണിപ്പോൾ. സ്വകാര്യ സ്കൂളും മദ്രസയും അംഗൻവാടിയും ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളും വിവിധ ആരാധനാലയങ്ങളുമെല്ലാം ഇവിടെയുണ്ട്. തങ്ങളെ പാടെ അവഗണിച്ചുകൊണ്ട് നടപ്പിലാക്കിയ ദേശീയപാത വികസനം നൂറുകണക്കിന് കുട്ടികളുടെ സ്കൂൾ പഠനത്തെ സാരമായി ബാധിക്കുന്നുണ്ടെന്നാണ് ഈ നാട്ടുകാർ പറയുന്നത്. ആയിരക്കണക്കിന് കുട്ടികൾ ദിവസേന വന്നു പോകുന്ന ഒരു സ്ഥലത്ത് ഒരു സംവിധാനവുമില്ലാതെ ആക്കിത്തരാൻ തയ്യാറാവാതെ അതിൻ്റെ ഒരു നിവേദനം പോലും സ്വീകരിച്ച് മറുപടി തരാതെ പണി തീരാനായിട്ടും ഒരിക്കൽ നോക്കാൻ പോലും വരാതെ ഒരു അവസ്ഥ ഈ നാട്ടുകാരോട് കാണിച്ച അനീതി എപ്പോഴും ഓർക്കാൻ പറ്റുന്നതല്ല. നമ്മുടെ മുൻകാല നേതാക്കന്മാർ എല്ലാവരും വിദ്യാഭ്യാസത്തിനാണ് മുൻതൂക്കം നൽകിയത്. ഭൂമിശാസ്ത്രപരമായി അടിപ്പാത അനുവദിക്കാൻ നിർവാഹമില്ലാത്തതിനാൽ കിഴക്ക് പടിഞ്ഞാറ് പ്രദേശം റെയിൽവേ ലൈൻ അടക്കം ഉൾപ്പെടുത്തി മേൽപ്പാലം നിർമ്മിക്കണമെന്ന് പ്രദേശവാസികൾ ദേശീയപാതയ്ക്കുള്ള സ്ഥലം ഏറ്റെടുപ്പ് ഘട്ടത്തിൽ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. മാത്രമല്ല ദേശീയപാത കൂടി ഉൾപ്പെടുത്തിയുള്ള ഇവിടുത്തെ മേൽപ്പാല നിർമ്മാണം റെയിൽവേ മന്ത്രാലയത്തിന്റെ സജീവ പരിഗണനയിലും ഉണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായി കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിയോഗിച്ച പ്രത്യേക സംഘം വർഷങ്ങൾക്ക് മുമ്പ് സ്ഥലം സന്ദർശിച്ചതുമാണ്. മംഗൽപാടി ഗ്രാമപഞ്ചായത്തിലെ 15-16 വാർഡുകളിലായി ഷെറിയ വില്ലേജിൽ കിഴക്ക് പടിഞ്ഞാറായി വ്യാപിച്ചു കിടക്കുന്നതാണ് ഷെറിയ പ്രദേശം. ദേശീയപാത വികസനം പൂർത്തിയാവുന്ന മുറയ്ക്ക് മേൽപ്പാലം യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഇതുവരെ ഇവിടുത്തുകാർ. കാലങ്ങളായി ആളുകൾ റെയിൽപാളം മുറിച്ചു കടക്കാൻ ഉപയോഗിച്ചിരുന്ന വഴികൾ സമീപഭാവിയിൽ റെയിൽവേ അടക്കുന്നതോടെ പടിഞ്ഞാറ് ഭാഗത്തുള്ളവർ കിലോമീറ്ററുകൾ ചുറ്റിക്കറങ്ങി ദേശീയപാതയിൽ എത്തിച്ചേരേണ്ട സാഹചര്യമുണ്ടാകും. ഇരുഭാഗത്തുമായി 1000-ലേറെ കുടുംബങ്ങളാണ് താമസിക്കുന്നത്. റെയിൽപാളവും ദേശീയപാതയും കടന്ന് ഇരുഭാഗത്തേക്കും എത്താൻ നേരത്തെ 100 മീറ്റർ മാത്രം സഞ്ചരിക്കേണ്ടി വന്നിരുന്നിടത്ത് ഇപ്പോൾ 4 കിലോമീറ്ററോളം ചുറ്റി സഞ്ചരിക്കേണ്ട സാഹചര്യമാണ്. രാവിലെ വൈകുന്നേരം 1 കിലോമീറ്റർ നടന്നുകൊണ്ടാണ് സ്കൂൾക്ക് പോകാൻ കഴിയുന്നത്. നടക്കാൻ കഴിയുന്നില്ല, വൈകിട്ട് എത്തുന്നു, അങ്ങനെ കുറെ പ്രശ്നങ്ങളെല്ലാം. പലയിടങ്ങളിലും അടിപ്പാതകളും ഫുട് ഓവർ ബ്രിഡ്ജുകളും നിർമ്മിക്കുമ്പോൾ ഏറെ ദുരിതം വരുന്ന ഷെറിയ പ്രദേശത്തെ ഒഴിവാക്കിയത് ഒരു തരത്തിലും ന്യായീകരിക്കാനാകില്ലെന്നാണ് ഇവിടെ എത്തുന്നവരെല്ലാം പറയുന്നത്. കഴിഞ്ഞ വർഷം നവംബറിൽ ചേർന്ന കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ ഭരണസമിതി യോഗത്തിൽ ഷെറിയയിൽ മേൽപ്പാലം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അടിയന്തര പ്രമേയം വരെ അവതരിപ്പിച്ചിരുന്നു. എന്നിട്ടും ഇക്കാര്യത്തിൽ സർക്കാരും ദേശീയപാത അതോറിറ്റിയും ഒരു തരത്തിലുള്ള അനുകൂല നിലപാടുകളും സ്വീകരിക്കാത്തതാണ് ഈ മേഖലയിലുള്ളവരെയെല്ലാം പ്രതിഷേധ സമരങ്ങളിലേക്ക് വലിച്ചിഴക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഉപ്പള.